ഹലോ എവരി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഷീൻ ലേണിംഗ് ലൈഫ് സൈക്കിളാണ്. നമുക്കറിയാം, കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് ഓട്ടോമാറ്റിക്കലി ലേൺ ചെയ്യാനുള്ള എബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് മെഷീൻ ലേണിംഗ് ആണ്. അതും എങ്ങനെയാണ്? എക്സ്പ്ലിസിറ്റ്ലി പ്രോഗ്രാം ചെയ്യാതെ തന്നെ എങ്ങനെ ഓട്ടോമാറ്റിക്കലി ലേൺ ചെയ്തിട്ട് പെർഫോം ചെയ്യാമെന്നുള്ളതാണ് മെഷീൻ ലേണിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ എങ്ങനെയാണ് ഈ മെഷീൻ ലേണിംഗ് വർക്ക് ചെയ്യുന്നത്? അതാണ് നമ്മളിവിടെ മെഷീൻ ലേണിങ്ങിൻ്റെ ലൈഫ് സൈക്കിളായിട്ട് പറയാൻ പോകുന്നത്. അതായത് നമ്മളിപ്പോൾ ഏതൊരു കൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു ലൈഫ് സൈക്കിൾ ഉണ്ടായിരിക്കും. അതായത് ഇതൊരു സൈക്ലിക് പ്രോസസ്സായിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. ഓഫ് കോഴ്സ് മെഷീൻ ലേണിങ്ങും സൈക്ലിക് പ്രോസസ്സായിട്ടാണ് അതിൻ്റെ ലൈഫ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മെഷീൻ ലേണിംഗ് പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിനൊരു ലൈഫ് തന്നെ നമുക്ക് കാണിക്കാനുണ്ട്. കുറേ സ്റ്റെപ്പുകളും കുറേ വേരിയസ് ടൈപ്പ് ഓഫ് സ്റ്റെപ്പുകളുള്ള ഒരു ലൈഫ് സൈക്കിൾ തന്നെയാണ് ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ അതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് നമ്മളുടെ മുന്നിലുള്ള പ്രൊജക്റ്റ് അല്ലെങ്കിൽ പ്രോബ്ലം അതിനൊരു സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ സ്റ്റെപ്പുകളാണ് നമ്മളുടെ മെഷീൻ ലേണിംഗ് ലൈഫ് സൈക്കിളിനകത്തുള്ളത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പാണ് ഗ്യാതറിങ് ഡാറ്റ, ദെൻ ഡാറ്റ പ്രിപ്പറേഷൻ, ഡാറ്റ wrangling, അനലൈസ് ഡാറ്റ, ട്രെയിൻ ദ മോഡൽ, ടെസ്റ്റ് ദ മോഡൽ ആൻഡ് ഡിപ്ലോയ്മെൻറ്റ്. ഇത്രയും സ്റ്റെപ്പുകളാണ് മെഷീൻ ലേണിംഗ് ലൈഫ് സൈക്കിളിനകത്ത് ഉള്ളത്. അപ്പോൾ നമുക്ക് കാണാം, അതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഈ കാണുന്നത്. മെഷീൻ ലേണിംഗ് ലൈഫ് സൈക്കിൾ എന്തൊക്കെയാണുള്ളത്? ഗ്യാതറിങ് ഡാറ്റ, ഡാറ്റ പ്രിപ്പറേഷൻ, ഡാറ്റ wrangling, അനലൈസ് ഡാറ്റ, ട്രെയിൻ മോഡൽ, ടെസ്റ്റ് മോഡൽ, ഡിപ്ലോയ്മെൻറ്റ്. 7 സ്റ്റെപ്പുകളാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. അപ്പോൾ എക്സാമിനൊക്കെ ഒരു എസ്സേക്ക് തന്നെ ചോദിക്കാൻ മാത്രം കണ്ടൻറ്റ് ഇത് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നോക്കാം, നമ്മളിപ്പോൾ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? നമുക്കിപ്പോൾ സക്സസ്ഫുള്ളി എന്ത് പ്രോബ്ലവും അല്ലെങ്കിൽ എന്ത് പ്രൊജക്റ്റും സക്സസ് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. എന്താണ് ഈ പ്രോബ്ലം അല്ലെങ്കിൽ എന്താണ് ഈ പ്രൊജക്റ്റ് എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അതേപോലെ തന്നെ എന്താണ് ഇതിൻ്റെ പർപ്പസ് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയണം. അപ്പോൾ അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം ആൻഡ് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദി പ്രോബ്ലം. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക, ഇത്തരം ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ. സോ നമ്മൾ ലൈഫ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണ് ഈ ഒരു പ്രൊജക്റ്റ് എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മാത്രമേ നമുക്കൊരു ഗുഡ് റിസൾട്ട് അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ആണ് കൂടുതൽ ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ടിലേക്ക് എത്തിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ലൈഫ് സൈക്കിൾ പ്രോസസ്സ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, നമുക്കൊരു പ്രൊജക്റ്റ് സോൾവ് ചെയ്യാണ് വേണ്ടത് അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യണം? ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യണം. മുന്നേ നമ്മൾ പല കാര്യങ്ങളും എക്സാമ്പിളായിട്ട് പറഞ്ഞപ്പോഴൊക്കെ ഈ ഒരു മോഡലിനെ കുറിച്ച് പറഞ്ഞിരുന്നു. മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഡാറ്റേനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ ട്രെയിൻ ചെയ്താണ് നമ്മൾ മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിലൂടെയാണ് നമ്മൾ ബെറ്റർ പെർഫോമൻസ് കൊണ്ടുവരുന്നത്. സോ ഈ ട്രെയിൻ ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഡാറ്റ വേണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഡാറ്റ കളക്ഷനാണ്. മെഷീൻ ലേണിംഗ് ലൈഫ് സൈക്കിളിനകത്തുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ ഡാറ്റ കളക്ഷൻ. കാരണം നമുക്ക് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാനും മോഡൽ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാനൊക്കെ വേണ്ട എന്താണ്? കുറേ സെറ്റ് ഓഫ് ഡാറ്റയാണ്. അത് വെച്ചിട്ടാണ് നമ്മളിതൊക്കെ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ ഗ്യാതറിങ് ഡാറ്റ അല്ലെങ്കിൽ ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. മെഷീൻ ലേണിംഗ് ലൈഫ് സൈക്കിളിനകത്തുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു, ഇതിൻ്റെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ ഒബ്റ്റെയിൻ ചെയ്യുക, ഡാറ്റ ഐഡൻറ്റിഫൈ ചെയ്യുക. കാരണം നമുക്ക് പല റിലേറ്റഡ് പ്രോബ്ലംസ് ആയിട്ടുള്ള ഡാറ്റ അവൈലബിൾ ആയിരിക്കും. പല ഡാറ്റ സോഴ്സിൽ നിന്നായിരിക്കും ഡാറ്റ ഗെറ്റ് ചെയ്യുന്നത്. സോ അത് ഐഡൻറ്റിഫൈ ചെയ്യുക, ഒബ്റ്റെയിൻ ചെയ്യുക എന്നൊക്കെ ഉള്ളത് ആണ് ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഡിഫറെൻറ്റ് ഡാറ്റ സോഴ്സിൽ നിന്നാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. അതായത് ഫയൽസ് നിന്നാവാം, ഡാറ്റാ ബേസിൽ നിന്നാവാം, ഇൻ്റർനെറ്റിൽ നിന്നാവാം, മൊബൈൽ ഡിവൈസസ് എക്സെട്ര. അങ്ങനെ ഏത് സോഴ്സിൽ നിന്നും ആവാം നമ്മളുടെ ഡാറ്റ കളക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ലൈഫ് സൈക്കിളിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് തന്നെയാണ് ഈ ഗ്യാതറിങ് ഡാറ്റ എന്ന് പറയുന്നത്. കാരണം പല വേരിയസ് സോഴ്സിൽ നിന്ന് ഈ ഡാറ്റ കളക്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഐഡൻറ്റിഫിക്കേഷനും ഒക്കെ ചെയ്യാനുള്ളത്.
ഈ കളക്റ്റഡ് ആയിട്ടുള്ള ഡാറ്റയുടെ ക്വാണ്ടിറ്റി അതുപോലെ ക്വാളിറ്റി അതൊക്കെയാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്പുട്ടിനെ അല്ലെങ്കിൽ ഫൈനൽ പെർഫോമൻസിൻ്റെ എഫിഷ്യൻസിയെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അതായത് ഡാറ്റയുടെ ക്വാളിറ്റി ഓക്കെ പ്ലസ് ക്വാണ്ടിറ്റി രണ്ടും ഇൻക്ലൂഡഡ് ആണ്. കാരണം നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് ക്വാണ്ടിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ അനലൈസിങ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ദ മോർ വിൽ ബി ദ ഡാറ്റ ദ മോർ അക്യുറേറ്റ് വിൽ ബി ദ പ്രഡിക്ഷൻ. കൂടുതൽ ഡാറ്റ കിട്ടുന്നതിനനുസരിച്ചായിരിക്കും നമ്മളുടെ പ്രഡിക്ഷൻ അല്ലെങ്കിൽ ലേണിംഗ് എബിലിറ്റി അക്യുറേറ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് സ്റ്റെപ്പുകൾ വരുന്നത്? ഐഡൻറ്റിഫൈ വേരിയസ് ഡാറ്റ സോഴ്സസ്. വേരിയസ് ഡാറ്റ സോഴ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. കാരണം നമ്മൾ പറഞ്ഞു നേരത്തെ മൊബൈൽ ഡിവൈസസിനാവാം, ഡാറ്റാബേസിനാവും, ഫയലിനാവും, പല സോഴ്സിൽ നിന്ന് നമുക്ക് ഡാറ്റ കിട്ടും. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ്. പിന്നെ കളക്ട് ഡാറ്റ മാക്സിമം കളക്ട് ചെയ്യുക. മോർ ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോർ ട്രെയിനിങ് ചെയ്യാൻ പറ്റുള്ളൂ, മോർ ബെസ്റ്റ് മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ, മോർ ബെസ്റ്റ് അക്യുറേറ്റ് പ്രഡിക്ഷൻ നടക്കുകയുള്ളൂ. പിന്നെ എന്താണ്? ഇൻ്റഗ്രേറ്റ് ദ ഡാറ്റ ഒബ്റ്റെയിൻ ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്നുള്ള ഡാറ്റകളെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരാം. ഇത്രയും ടാസ്കുകൾ ചെയ്യുന്നതിലൂടെ നമുക്ക് കൊഹറൻ്റ് ആയിട്ടുള്ള സെറ്റ് ഓഫ് ഡാറ്റ കിട്ടും. ഇതിന് ഡാറ്റ സെറ്റ് എന്ന് നമുക്ക് പറയാം. ബാക്കിയുള്ള സ്റ്റെപ്പുകളിലേക്ക് നമുക്ക് ഈ ഒരു ഡാറ്റ സെറ്റിനെ യൂസ് ചെയ്യാൻ കഴിയും. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡാറ്റ പ്രിപ്പറേഷനാണ്. നമ്മൾ ആദ്യ സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് അതിനെ പ്രിപ്പയർ ചെയ്യാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് വേണ്ടിയിട്ട്. അതായത് ഈ ഡാറ്റനെ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള സെറ്റിലേക്ക് അല്ലെങ്കിൽ പ്ലേസിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ മെഷീൻ ലേണിംഗ് ട്രെയിനിങ്ങിലേക്ക് വേണ്ടിയിട്ട് ഈ ഡാറ്റകളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം. എങ്ങനെയാണ് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുക? ആദ്യം നമുക്ക് ആ എല്ലാ ഡാറ്റനെയും ടുഗദറായിട്ട് കീപ്പ് ചെയ്യുക. പിന്നെ ഡാറ്റനെ ഓർഡർ ചെയ്തുകൊണ്ട് റാൻഡമൈസ് ചെയ്യുക. അതാണ് പിന്നെ നമുക്ക് ചെയ്യാനുള്ളത്. ഈ ഒരു സ്റ്റെപ്പിനെ നമുക്ക് പിന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് രണ്ട് പ്രോസസ്സായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഒന്ന് ഡാറ്റ എക്സ്പ്ലോറേഷൻ ആണ്. ഇതെന്താണ്? ഡാറ്റൻ്റെ നേച്ചർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഏത് ടൈപ്പ് ഡാറ്റയാണോ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് ആ ഡാറ്റൻ്റെ നേച്ചർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഫോമാറ്റ്, ക്വാളിറ്റി ഒക്കെ എത്രത്തോളാണെന്നൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. പിന്നെ വരുന്നത് ഡാറ്റൻ്റെ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയാണ് നമുക്കൊരു എഫക്റ്റീവായിട്ടുള്ള ഔട്ട്കം കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. അതിലൂടെ നമുക്ക് കൊറലേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ജനറൽ ട്രെൻഡുകൾ, ഔട്ടർ ലെയേഴ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഡാറ്റ എക്സ്പ്ലോറേഷൻ. പിന്നെ വരുന്നതാണ് ഡാറ്റ പ്രീ പ്രോസസ്സിങ്. ഇതാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വേണ്ടിയിട്ട് ഡാറ്റനെ പ്രീ പ്രോസസ്സ് ചെയ്യും. അതിൻ്റെ അനലൈസിന് വേണ്ടിയിട്ട് ഡാറ്റനെയൊക്കെ സെറ്റ് ചെയ്ത് ഓർഡർ ചെയ്ത് കൊടുക്കുന്ന സ്റ്റെപ്പാണ് ഡാറ്റ പ്രീ പ്രോസസ്സിങ്. ഇത്രയാണ് നമ്മളുടെ ഡാറ്റ പ്രിപ്പറേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഡാറ്റ റാംഗ്ലിംഗ് ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എന്തായിരുന്നു? മെഷീൻ ലേണിംഗ് ലൈഫ് സൈക്കിളാണ്. അതിനകത്ത് 7 സ്റ്റെപ്പുകളുണ്ട്. 7 സ്റ്റെപ്പുകളും നമ്മൾ പറഞ്ഞു. അതിനകത്ത് 2 നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. ഇനി ഡാറ്റ റാംഗ്ലിങ്ങും അനലൈസ് ഡാറ്റയൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.